ആവറേജ് തോന്നുന്നു. മോശം, ഒട്ടുമില്ല കേട്ടോ, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സംഭവം. ഇവര് സ്ക്രിപ്റ്റിനകത്ത് എന്താണ് സംഭവം പറയണത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തന്നെ കുറേ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഒന്നും നമുക്കങ്ങോട്ട് പിടികിട്ടൂല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ അവസ്ഥ മാത്രമാണിത്. നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇത് എന്താണ് കാണിക്കണത്, നമ്മുടെ ക്ലാസ്സിന് പോയിട്ട് കേട്ടോണ്ടിരിക്കൂലേ, അതുപോലെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, ഒന്നും മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും തീർന്നാ മതി എന്നായിരുന്നു. എടുത്തു പറഞ്ഞാൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് സിനിമ. റൈറ്റിംഗ് ഒക്കെ കൊള്ളായിരുന്നു, അൺപ്രഡിക്റ്റബിൾ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. പ്രീവിയസ് ഫോറൻസിക്കിനെ കാട്ടിക്കൊള്ളാം. ലൈക്ക് നമുക്കത് കൺസിഡർ ചെയ്യാം. കുറച്ചും കൂടെ സോഷ്യലി നമ്മൾ പല കാര്യത്തിൽ അവെയർ ആയിരിക്കണം എന്ന് ഈ പടത്തിൽ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. എസ്പെഷ്യലി വിമൻ സേഫ്റ്റി ഇസ് റിയലി കൺസിഡേർഡ് ഹിയർ. അപ്പോൾ പടം നല്ലതാണ്. ലൈക്ക് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഭയങ്കരമായ സംഭവമൊന്നുമില്ല, ലോ പേസ് ആണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കൊണ്ടുപോയി. ഇത്രയോ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. നല്ല പടമാണ്. ടോവിനോയുടെ പെർഫോമൻസ് തന്നെയാണ്. മുമ്പ് വന്ന പടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വേറിട്ടതാണ്. ഒരു വെറൈറ്റി ഒരു പടമാണ്. കൊള്ളാം ബ്രോ, നല്ല എൻഗേജിങ് ആണ്. ഒരു ത്രിൽ മോഡ്, സ്റ്റാർട്ടിംഗ് തൊട്ട് നല്ലൊരു ത്രിൽ മോഡിലോട്ടാണ് പോകുന്നത്. ഫോറൻസിക് ലെവലല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ മികച്ചതായിട്ടാണ് തോന്നിയത്. നല്ല പടം, ഓവറോൾ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പടം, എൻഗേജിങ്, അടിപൊളി സിനിമ. സിനിമ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും ഇല്ല. ഒരു ഫോറൻസിക് അത് വെച്ച് നോക്കുമ്പോൾ ഇത് അല്പം ആവറേജ് ലെവലേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു. ഇത് പറയാനുള്ളത് അങ്ങനെ കുറച്ച് ഇച്ചിരി വലിച്ചു നീട്ടിയതുപോലെ തോന്നി. കുഴപ്പമില്ല, അവരെന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ചതുപോലെ. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ പറയാൻ അതിനി വേറൊരു പടം കൂടെ വന്നാൽ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനുള്ളതുണ്ടോന്ന് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, നല്ല സർപ്രൈസിങ് എലമെന്റ്സ് കുറച്ച്. കരയാനൊന്നുമില്ല, ഹാപ്പിയാണ്. നല്ല പിക്ചറായിരുന്നു. ടോവിനെ ദൃശ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. കുറെ നാളുകൾക്ക് ശേഷം കണ്ട നല്ലൊരു പിക്ചർ. ഐ ലൈക്ക്. ഓക്കെ, നല്ല പിക്ചറാ, ഇഷ്ടപ്പെട്ടു ഒരുപാട്. ഇല്ല അങ്ങനെയല്ല, നല്ലതായിരിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോവിനെയും കൃഷ്ണയും അവര് കുറെ വർഷങ്ങൾക്ക് ശേഷമല്ലേ മലയാളത്തിൽ വന്നത്. ഓക്കെ, ഇഷ്ടമായി. നല്ല പടമായിരുന്നു, എന്റർടൈൻമെന്റിംഗ് ആണ്. കുറച്ച് സിമുലേഷൻസ് ഉണ്ട്, ബട്ട് അതർവൈസ് ഗുഡ്. നല്ലായിരുന്നു. നല്ല മൂവി, നല്ല പറയാൻ. ടോവിനോട് ആക്ടിങ്, ഫൈറ്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്, സ്റ്റണ്ടൊക്കെ നന്നായിട്ടുണ്ട്. കുറച്ച് അധികം ട്വിസ്റ്റ് ഒക്കെ ഉള്ള മൂവിയാണ്. ഫോറൻസിക്കിന്റെ വേറൊരു ടൈപ്പ് പോലെ തോന്നിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല സെറ്റായിരുന്നു. കുഴപ്പമായിരുന്നു, നല്ല മൂവി ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അതിന്റെ ഒരു ലെവൽ എത്തിയില്ല. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ചെയ്യും. ഈ സെക്കൻഡ് ഹാഫിലേക്ക് കുറച്ചുകൂടെ കഥ ഇമ്പ്രൂവ് ആവും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഓവറാക്കി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ടോവിനൊരു എൻട്രി ഉണ്ട്, അതെന്തായാലും എല്ലാവരും കാണേണ്ട ഒരു സാധനം തന്നെ, എക്സ്പീരിയൻസ് ആണ്. ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒക്കെ വേറൊരു ലെവൽ സാധനം നിൽക്കും. ടോവിനോനെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. ടോവിനോനെ ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ ലാലേട്ടനിലൊക്കെ നിന്ന് കണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ട് ടോവിനോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും 2025 തുടക്കം ടോവിനോ കൊണ്ടുവന്നിരിക്കുന്ന സാധനം എന്തായാലും കൊള്ളാം. പിന്നെ തൃശ്ശ പറയാനായിട്ട്, തൃശ്ശേര ആ ഒരു ഡബ്ബിങ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട്. തൃശ്ശേര സംഭവം കൊള്ളാം. തൃശ്ശ ചെയ്തിരിക്കുന്നത് നന്നായി.